ജീന, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലപ്പുറം ഗണപത് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ മോക്ക് പോളിംഗ് അല്പസമയം മുമ്പ് പൂർത്തിയായി. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പോളിംഗ് ഏജന്റുമാർ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ, അത്തരം ആളുകൾ ഇവിടെ ഉണ്ട്. വോട്ടർമാർ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് പോളിംഗ് പൂർത്തിയായതാണ്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള ആശ്വാസമുണ്ട്. വോട്ടർമാർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എന്നുകൂടി പ്രത്യേകത. വോട്ട് ചെയ്യാമെന്നാണോ? അതെ, നേരത്തെ എത്തി. രാവിലെ വന്ന് എനിക്ക് പോകാനുകൊണ്ട് നേരത്തെ വന്ന് വോട്ട് ചെയ്തു. സ്ഥിരമായിട്ട് നേരത്തെ വന്ന് വോട്ട് ചെയ്യുന്നതാണ്? ചെയ്യാറുണ്ട്. മുമ്പേ ബൂത്ത് ഏജന്റായിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. ഇപ്പം തൊഴിലാണ്ടൊക്കെ ലക്ഷ്യം നിർത്തിയതാണ്. രാവിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്ക് പോകാമല്ലോ. നേരത്തെ എത്തിയതാണ്. നേരത്തെ വന്നു. വോട്ടർമാർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും വോട്ടർമാരാണ് ഇപ്പോൾ എത്തിയത്. വോട്ട് ചെയ്യാൻ എത്തിയതാണോ? ആദ്യം വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവേശം, അതുകൊണ്ട് വന്നതാണ്. ക്യൂവിൽ നിൽക്കുകയാണ്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റ് ചെയ്യാണ്. സമ്മതിദാനാവകാശം ആദ്യം വിനിയോഗിക്കാനുള്ള ഒരു ആവേശം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. സ്ഥിരമായിട്ട് ഇങ്ങനെ ആദ്യം വോട്ട് ചെയ്യുന്ന ആളാണ്? അങ്ങനെയല്ല, ഈ പ്രാവശ്യം അതൊരു നമ്മൾ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ജയിക്കണം എന്നുള്ളൊരു ആവേശമുണ്ട്. അതിൻ്റെ ആവേശം. എന്നിട്ട് വോട്ട് ചെയ്യാൻ എത്തിയാണോ? വോട്ടുള്ളത് എത്തി. എത്ര മണിക്ക് എത്തി? 5:30 എത്തി. മോക്ക് പോളിംഗിന് മുമ്പ് എത്തി. ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹമാണോ? അങ്ങനെയൊന്നുമില്ല, വോട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ആദ്യമായാലും വേണ്ടില്ല, എപ്പോഴായാലും വോട്ട് ചെയ്യണം. എന്തായാലും ജീന, വോട്ടർമാർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. മോക്ക് പോളിംഗ് പൂർത്തിയായി. ബന്ധപ്പെട്ട പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ളവർ അതിനുശേഷമുള്ള ക്രമീകരണങ്ങൾ 7 മണിക്കാണ് വോട്ടെടുപ്പ് ഔദ്യോഗികമായി ആരംഭിക്കുക. അതിനുശേഷമുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. പോളിംഗ് ഏജന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാർ സജ്ജമാണ്. അവർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നു. മോക്ക് പോളിംഗിൽ ഈ പറഞ്ഞതുപോലെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം കൺട്രോൾ യൂണിറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഔദ്യോഗികമായ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ പറയുകയാണെങ്കിൽ ആകെ 3097 പോളിംഗ് സ്റ്റേഷനുകളാണ് കോഴിക്കോട് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 27 ലക്ഷത്തോളം വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 26,82,682 വോട്ടർമാരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ളത്. 1903 വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് മൊത്തത്തിൽ ജില്ലയിലാകെ വോട്ടെടുപ്പ് നടക്കുക. അതിൽ തന്നെ 3097 ബൂത്തുകളുണ്ട്. നമുക്കറിയാം, കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 70 ഗ്രാമപഞ്ചായത്തുകൾ, 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 നഗരസഭകൾ എന്നിങ്ങനെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് നടക്കുന്നത്. ആ നിലയ്ക്ക് വിപുലമായ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രശ്നബാധിത ബൂത്തുകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രശ്നബാധിത ബൂത്തുകൾ നഗരപ്രദേശത്ത് കുറവാണ്, താരതമ്യേന കുറവാണ്. ഗ്രാമപ്രദേശത്ത്, പ്രത്യേകിച്ച് വടകര, നാദാപുരം, ആ നിലയ്ക്ക് പ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായി കണക്കാക്കിയിരിക്കുന്നത്. അവിടങ്ങളിൽ ലൈവ് വെബ്കാസ്റ്റിംഗ് സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷയ്ക്കായി പോലീസ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ സംഘത്തെയും സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. എന്നാലും 7 മണിക്ക് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ചാലപ്പുറം ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ 7 മണിക്ക് തന്നെ കൃത്യമായി പോളിംഗ് ആരംഭിക്കും. മോക്ക് പോളിംഗിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ഒപ്പം തന്നെ വോട്ടർമാർ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം വോട്ട് രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി, ആ നിലയ്ക്ക് ആ താല്പര്യത്തോടു കൂടി എത്തിയവരുണ്ട്. നേരത്തെ നമ്മൾ ചേട്ടന്റെ പ്രതികരണം കേട്ടിരുന്നു. ഇത്തവണ താൻ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിക്ക് തന്റെ വോട്ട് ആദ്യം വിനിയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അതിരാവിലെ എത്തിയത്. ഒപ്പം തന്നെ 5:30, അതായത് മോക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ്, 6 മണിക്കാണ് മോക്ക് പോളിംഗ് ആരംഭിക്കുക, 5:30 തന്നെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയവരുണ്ട്. ഒപ്പം തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ അതിന് മുമ്പ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി നേരത്തെ എത്തിയവരുണ്ട്. അപ്പോൾ അതിലേക്ക് വോട്ടർമാർ ഇതിനോടകം എത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് തുടങ്ങിയാൽ വലിയ ആവേശത്തോടെ കോഴിക്കോട് ജില്ല വോട്ടെടുപ്പിലേക്ക്, പോളിംഗിലേക്ക് കടക്കും. നമുക്കറിയാം, കഴിഞ്ഞ 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികൾക്കൊടുവിലാണ് കോഴിക്കോട് ജില്ലയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് വലിയ ആവേശം വോട്ടർമാരിലുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എല്ലാ മുന്നണികളും, UDF-ഉം LDF-ഉം ഒപ്പം തന്നെ BJP നയിക്കുന്ന NDA ഉൾപ്പെടെയുള്ള മുന്നണികൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആ നിലയ്ക്ക് പ്രചാരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു വോട്ടർ എത്തിയതാണ്. ഫസ്റ്റ് വോട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ അറിയില്ല, മുമ്പിൽ ആൾ എത്തി കഴിഞ്ഞു. എന്നാലും അത്രയും വേഗം വേണമെന്നിട്ട് വന്നതാണ്. ഇവിടെ തന്നെയാണ്, ചാലപ്പുറത്ത് തന്നെയാണ്. ജോലിക്ക് പോകേണ്ട ടൈലർ ഷോപ്പാണ്, വോൾഗ.
പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ പെട്ടെന്ന് വോട്ട് ചെയ്താൽ സ്ഥിരമായിട്ട് ഇങ്ങനെ നേരത്തെ എത്താറുണ്ടോ? എല്ലാ പ്രാവശ്യം ഫസ്റ്റിൽ അരമണിക്കൂർ മുമ്പ് എത്തും. തുടങ്ങുന്ന അരമണിക്കൂർ മുമ്പ് എത്തും. 10:30 വന്നു, 37 ലേറ്റുള്ളൂ. നോക്കുമ്പോൾ ആളുണ്ടല്ലേ ഫസ്റ്റ് ചെയ്യാൻ. വൈഫാണ്. എന്താണ്, വലിയ ആവേശത്തിലാണോ? അതെ നമ്മുടെ ഒരു അവകാശം വിനിയോഗിക്കുക. അതെ അതെ തീർച്ചയായിട്ടും. വോട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്? ഏകദേശം ഏതെങ്കിലും വോട്ട് മിസ്സായിട്ടുണ്ടോ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം? കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വോട്ടർമാരൊക്കെ അവിടെ എത്തി തുടങ്ങി, ക്യൂ ഒക്കെ തുടങ്ങി. വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാനാണ് ചില ആൾക്കാർ അവിടെ എത്തിയിട്ടുള്ള അത്തരത്തിലുള്ള